പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. ഇതാ, നിനക്ക് മുൻപിൽ ഹോറബിലെ പാറമേൽ ഞാൻ നിൽക്കും. നീ ആ പാറയിൽ അടിക്കണം, അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേൽക്കാർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചതിനാലും മോശ ആ സ്ഥലത്തിന് മാസ എന്നും മെറീബ എന്നും പേരിട്ടു. ഓർമ്മിക്കുക, കൃപാവരം ആത്മാവിലേക്കൊഴുക്കാൻ കഴിവുള്ള നീർച്ചാലാണ് മറിയം. പുറപ്പാട് ഗ്രന്ഥത്തിൽ നാം കാണുന്നതുപോലെ ഹോറബിലെ പാറയിൽ നിന്ന് പുറപ്പെട്ട ഉറവയാണ് മറിയം. കർത്താവ് നിൽക്കുന്ന പാറയായിരുന്നു അത്. മറിയത്തിന്റെ പ്രതീകമാണ് ഈ പാറ. പിശാചുക്കൾ മരിയ ഭക്തി ആത്മാക്കളിൽ നിന്ന് കെടുത്താൻ എല്ലാ ശക്തിയും ഉപയോഗിക്കും. എന്തെന്നാൽ കൃപയുടെ നീർച്ചാൽ അടയ്ക്കപ്പെട്ടാൽ സാത്താന് ആത്മാക്കളുടെ മേൽ എളുപ്പം ആധിപത്യം ഉറപ്പിക്കാൻ കഴിയും. മോശയുടെ കൽപ്പന പ്രകാരം അജ്ഞതയാൽ മാരകപാപം ചെയ്തവരെ ദൈവജനത്തിൽ നിന്ന് അകറ്റി നിർത്തി അഭയനഗരങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ഈ അഭയനഗരങ്ങൾ മറിയത്തിന്റെ പ്രതീകമാണ്. അവളാണ് പാപികളുടെ സങ്കേതം. വിശുദ്ധ അൽഫോൺസ് ലിഗോരി പഠിപ്പിക്കുന്നു, മറിയം നമുക്ക് അഭയനഗരമാണ്. എല്ലാവിധ പാപികൾക്കും അവളിൽ അഭയം കണ്ടെത്താൻ കഴിയുന്നു. നമ്മൾ കർത്താവിനോട് കൃപയും പാപമോചനവും യാചിക്കാൻ ലജ്ജയും ഭയവുമുള്ളവരാണെങ്കിൽ മറിയമെന്ന സങ്കേതത്തിൽ പ്രവേശിച്ച് നിശബ്ദരായിരുന്നാൽ മതി. അവൾ നമുക്ക് വേണ്ടി സംസാരിച്ചുകൊള്ളും. ജെറമിയ 8:14 നാം ഇത് വായിക്കുന്നു, നിങ്ങൾ ഒരുമിച്ച് കൂടുവിൻ, പ്രതിരോധിക്കപ്പെട്ട പട്ടണത്തിൽ നമുക്ക് പ്രവേശിക്കാം, അവിടെ നമുക്ക് നിശബ്ദരായിരിക്കാം. ഇത് കന്യകാമറിയമാകുന്ന നഗരത്തെക്കുറിച്ചാണെന്ന് വാഴ്ത്തപ്പെട്ട ആൽബർട്ട് മാഗ്നൂസ് അഭിപ്രായപ്പെടുന്നു. അൽഫോൺസ് ലിഗോരിയോട് ചേർന്ന് നമുക്ക് പറയാം, ഓടുക ആദമേ, ഹവ്വയെ ഓടുക, ദൈവത്തെ മുറിവേൽപ്പിച്ച അവരുടെ മക്കളെ ഓടുക, മരച്ചുവട്ടിലേക്കല്ല, കന്യകാമറിയത്തിന്റെ മടിത്തട്ടിലേക്ക് ഓടിക്കയറി അഭയം പ്രാപിക്കുക. പെറ്റമ്മയുടെ മടിത്തട്ടിൽ കുഞ്ഞുങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അളക്കുവാൻ ആവാത്തതുപോലെ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ അഭയം പ്രാപിക്കുന്നവർ ഒരിക്കലും നിരാശരായിരിക്കുകയില്ല എന്ന വിശ്വാസം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. con